Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. വലിയ നീ എന്തിനാ ബേളം വയ്ക്കുന്നേ? നോക്കിയേ, ഇതിൽ ഒരുപാട് നല്ല ജോക്സ് ഉണ്ട്. ദ ഇൻവിസിബിൾ ജോക്സ്. എവിടെ കാണിച്ചേ? അതിനകത്ത് ഒരു ജോക്ക് പോലും എഴുതിയിട്ടില്ലല്ലോ. ഞാൻ ഇൻവിസിബിൾ ജോക്ക് എന്നല്ലേ പറഞ്ഞത്. കുറച്ചൊക്കെ ഇമാജിനേഷൻ വേണം, എന്നാലേ ചിരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് മാത്രമേ ചിരി വരുള്ളൂ, നിനക്ക് വരില്ല. ആ ജോക്കാണെങ്കിൽ ഭയങ്കര ഫണ്ണി ആയിരുന്നു. എന്റെ കണി പതുക്കെ. കന്നാസാറിന്റെ കൂട്ടുകാരൻ പറഞ്ഞത് കൊണ്ടാണ് നമുക്ക് ഈ ലൈബ്രറി ഒരു ദിവസം നോക്കി നടത്താനായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ അത് കന്നാസാറിന് വലിയ ക്ഷീണമാകും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഖന്ന സാറിന്റെ കൂട്ടുകാരനുണ്ടല്ലോ ഭയങ്കര ഇന്റലിജന്റ് ആണ്. ഈ ലൈബ്രറി തുറന്നിട്ട് ഖന്ന സാറിന്റെ കവിതയുള്ള ഒരു ബുക്ക് പോലും ഇവിടെ വെച്ചിട്ടില്ല. വായിക്കുമ്പോ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഇവിടെ നിശബ്ദത പാലിക്കണം വലിയ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സൈലന്റ് ആണ്. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴേ കള്ളൻ അടുത്തുള്ള ബാങ്കിൽ കയറുന്നത് കണ്ടു. ഞാൻ അപ്പൊ ഒരു ഒച്ച വെച്ചില്ല. അതിന് പകരം ഞാൻ അവനെ സൈലന്റ് ആക്കി. ഞാൻ പറഞ്ഞു, ചേട്ടാ ഒച്ച വെക്കല്ലേ. സൈലന്റും പിന്നെ ഹണിയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് നിങ്ങൾക്ക് അറിയോ? ദൈവം എല്ലാവർക്കും ബുദ്ധി കൊടുക്കുന്ന സമയത്ത് ഹണി റേഷൻ കടയിൽ ക്യൂവിലായിരുന്നു തോന്നുന്നു. സംശയമുണ്ടോ? പോപ്പട്ടെ, ശബ്ദം കുറച്ച് സംസാരിക്കും. ഓക്കെ, സംശയമുണ്ടോ? സോറി. അയ്യോ അയ്യോ, ഞാൻ കുടുങ്ങിപ്പോയി, രക്ഷിക്കണേ. അയ്യോ അയ്യോ. ഇവിടെ ബഹളം വെക്കരുത്, ലൈബ്രറിയിൽ ആൾക്കാരുണ്ട്. അതിനെന്താ, ഞങ്ങൾ ബൈക്ക് റൈഡേഴ്സ് ആണ്. റൈഡിംഗ് ഞങ്ങളുടെ രക്തത്തിലുള്ളതാണ്. രക്തത്തിൽ, മനസ്സിലായോ? ഇന്നലെ ഞാൻ ബ്ലഡ് പരിശോധിച്ചപ്പോൾ റിപ്പോർട്ട് വന്നത് ബി പോസിറ്റീവ് അല്ല, ആർ പോസിറ്റീവ് ആണ്. നോക്കൂ, ഇവിടെ പ്രാക്ടീസ് ചെയ്യരുത്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവിടെ പോയി ചെയ്യൂ. ഇത് ഞങ്ങളുടെ ലൈബ്രറിയാണ്. ഇവിടെ വായിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വലിയ ശല്യം. ശരി, ഞങ്ങളെ ഇവിടെ ഓടിച്ചു വിടാൻ മാത്രം നിങ്ങൾക്ക് അത്രയ്ക്ക് ഭ്രംഭ്രമുണ്ടോ? എന്നുവെച്ചാ ധൈര്യമുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത്. ഞങ്ങൾ ഇവിടെ നിന്ന് പോവില്ല. ഇത് ബൈക്ക് റൈസിംഗ് സീസൺ ആണ്, അതുകൊണ്ട് പ്രാക്ടീസും ഞങ്ങൾ ഇവിടെ തന്നെ ചെയ്യും. അഥവാ നിങ്ങൾ ഞങ്ങളോട് ഏറ്റുമുട്ടാൻ വന്നാൽ വരുന്നത് ചെയ്യും. നേരമായി നിന്റെയൊക്കെ ബ്രൂംബ്രും. ഇനി നിന്റെയൊക്കെ ബ്രൂംബ്രും ഞങ്ങൾ ശരിയാക്കി തരാം. വന്നിരിക്കുന്നു. ഒരു ബൈക്ക് പൊക്കിയെടുക്കാനുള്ള ശേഷി പോലും ഇല്ല. അയ്യോ, ആരേലും എന്നെയും ബൈക്കിനെ എഴുന്നേൽപ്പിക്കേ. അയ്യോ അയ്യോ, എന്നെ കളിയാക്കി ചിരിക്കുന്നോടാ. നിന്നെയൊക്കെ ഇപ്പൊ ശരിയാക്കി തരാം. ഇനി ക്ഷമിക്കാൻ വയ്യ. അയ്യോ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ, അയ്യോ അയ്യോ രക്ഷിക്കണേ. ഐഡിയ. അയ്യോ കൊച്ചലിയ, ആക്ഷൻ ടൈം. വലിയ അതെന്തായാലും കറക്റ്റ്, അടിപൊളി ഐഡിയ. ആ
Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. തിരിച്ചു വന്നിട്ട് നിന്നെയൊക്കെ ഞാൻ എടുത്തോളാടാ. ബ്രം, ബ്രം, ബ്രം. ഓട്ടോറിക്ഷ പോലുള്ള മോന്തയും വെച്ചോണ്ട് ബൈക്കിന്റെ സൗണ്ട് ഉണ്ടാക്കുകയാണ് അവൻ. സ്ഥലം വിട്ടോണ ഇവിടുന്ന്. ചെവി എങ്ങനെ ചെറുതാക്കി മാറ്റാം? ആരാ ബഹളം ഉണ്ടാക്കുന്നേ? ആൾക്കാരെ ശല്യപ്പെടുത്തുന്ന കാര്യത്തിൽ നമ്മൾ വില്ലന്മാരാ. എടാ ഇവന്മാർ വീണ്ടും വന്നിരിക്കുകയാണ്. എന്റെ ചെവിയും ചെറുതായി. യുവമാരെ കൊണ്ട് ഒരു രക്ഷയുമില്ലല്ലോ. കൂട്ടുകാരെ, റീഡേഷനെ നിങ്ങൾ നോക്കൂ. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അത് ശരി, ഞങ്ങളോട് ബോറടിച്ചിരിക്കുമ്പോ നിനക്ക് മാത്രം പോയി ഡിസ്കോ കളിക്കണം അല്ലേ? ഞങ്ങളും പുറത്തേക്ക് വരും. ഓ, അമ്മയ്ക്ക് പ്രാണവേദന, മകൾക്ക് വീണവേദന എന്ന് പറഞ്ഞ പോലെ. എടാ, അവൻ അവരെ ഓടിക്കാൻ വേണ്ടിട്ടാ പോകുന്നത്. കേട്ടോടാ മാര കഴുതേ. കൂട്ടുകാരെ, വാ, യുവമാരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇനി പാർട്ടി നടത്തിക്കോ. അയ്യോ, ഇതെന്താ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. എന്ത് പറ്റി? എടാ എന്തിനാ മ്യൂസിക് നിർത്തി കളഞ്ഞത്? പാർട്ടിക്ക് വിളിച്ചു വരുത്തിയിട്ട് മ്യൂസിക് നിർത്തുന്നോ? എടാ എറിഞ്ഞോട്ടിക്കടവന്മാരെ. ഈ ബൈക്കാണെങ്കിൽ സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. എന്ത് പറ്റി? എന്റെ ബൈക്കിന്റെ എഞ്ചിന് തക്കാളി പോയെന്നാ തോന്നുന്നത്. വേഗം ഓടിക്കോ. അയ്യോ, ആരെങ്കിലും വന്ന് എന്നെ ബൈക്കിൽ എണീപ്പിക്കേ. അയ്യോ, അല്ല, ഈ കുട്ടികളുടെ കരച്ചിൽ ഇത് എവിടുന്നാണ് ഈ വരുന്നത്? അങ്ങനെ നന്നായിട്ട് പീപ്പി ഉദിക്കാൻ മക്കളെ കൊള്ളാം. ബ്രം, ബ്രം. കുട്ടികളുടെ കയ്യിൽ നിന്ന് പി പി ആമാർ എങ്ങനെ വാങ്ങുമെന്ന് എനിക്കൊന്ന് കാണണം. അഥവാ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഇവന്മാര് പി പി വാങ്ങിച്ചാൽ കുട്ടികൾ കലറി കരഞ്ഞുകൊണ്ടിരിക്കും. ഐഡിയ. ഹണി, പോയി ലോലിപോപ്പ് കൊണ്ടുപോവാ. കൊച്ചളിയ, ആദ്യം നമുക്ക് ഇവന്മാർക്കിട്ട് ഒരു പണി കൊടുക്കാം. എന്നിട്ട് ലോലിപോപ്പ് കഴിച്ചാ പോരെ? സത്യത്തിൽ നീ ഇങ്ങനെ സംസാരിക്കുന്നതാണോ അതോ ജോലിയാ മടിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതാണോ? സോറി. കുട്ടികൾക്കൊക്കെ ലോലിപോപ്പ് വളരെ ഇഷ്ടമാണ്. കുട്ടികളെ, ലോലിപോപ്പ് കഴിക്കൂ. ലോലിപോപ്പ്. ലോലിപോപ്പ് ഒരു പീപ്പിക്ക് പകരം 2 ലോലിപോപ്പ്. ദാ പിടിച്ചോ, നല്ല ലോലിപോപ്പാ. എനിക്കും വേണം ലോലിപോപ്പ്. എനിക്കും വേണം. അയ്യോ ബോസേ, ആ പണിയും പാളിയല്ലോ. ലോലിപോപ്പ് കഴിക്കുന്നോ? ഡാഡി, നമ്മുടെ മക്കൾ അവിടെ ഉണ്ട്. നിങ്ങളോട് ചോദിക്കാതെ ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണോ നിങ്ങൾ? ദാ പിടിച്ചോ. ഞങ്ങളോട് കളിക്കരുത് മിസ്റ്റർ ബ്രും ബ്രും. എക്സ്ക്യൂസ് മീ, ബ്രം ബ്രം. താൻ വീണ്ടും വന്നോ? അതെ, എന്റെ ഡിക്ഷണറിയിൽ തോൽവി എന്ന വാക്ക് ഇതുവരെ ഉണ്ടായിട്ടേ ഇല്ല. ബ്രം ബ്രം, ബ്രം ബ്രം. അതേതാ ഡിക്ഷണറി? അതിന്റെ എഡിഷൻ പറ, പബ്ലിഷർ ആരാന്ന് പറ. ഞാൻ ഇപ്പൊ തന്നെ പോയി ഒരു കംപ്ലൈന്റ് ഓ, കൊടുക്കാം. അത് ഞാനൊരു റൈമിങ്ങിന് വേണ്ടി പറഞ്ഞതല്ലേ. തന്റെ തലക്കകത്ത് എന്താ ബ്രം 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 കച്ച 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 നിറഞ്ഞിരിക്കുകയാണോ? അല്ല, ഈ ബ്രൂം ബ്രൂമിനിടയ്ക്ക് ഈ കസ് 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 എവിടുന്നാ വന്നത്? കരിയോയിൽ നിറഞ്ഞിരിക്കുകയാണോ? നിങ്ങൾ നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. വെല്ലു, ആ കയറിങ് കൊണ്ടിട്.
എന്നാ പിന്നെ ബ്രം ബ്രം ഞങ്ങള് പോട്ടെ. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. എന്തായാലും യുവമാർക്ക് ഒരു പണി കൊടുത്തേ പറ്റൂ. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. എല്ലാരും അടുത്തോട്ട് വാ. അത് പിന്നെ മനസ്സിലായല്ലോ. എന്താ തല്ലണോ? തല്ലിക്കഴിഞ്ഞാൽ ഞങ്ങൾ കിടന്ന് ഒച്ചയുണ്ടാക്കും. എന്താ കാണണോ? അതിന് ഞങ്ങൾ ശബ്ദം ഉണ്ടാക്കാൻ സമ്മതിച്ചാലല്ലേ. ഇതാ പിടിച്ചോ. ബില്ലു, നിനക്ക് ഞാൻ തരാൻ നല്ല തല്ലു. ബുക്ക് വായിക്കാൻ ശാന്തമായിട്ടുള്ള സ്ഥലമാണ് വേണ്ടത്. ആ ശാന്തത ആരെങ്കിലും ഇല്ലാതാക്കിയ അയാളെ ഞങ്ങൾ അങ്ങ് തീർക്കും. മനസ്സിലായോ? അയ്യോ, എനിക്കെല്ലാം മനസ്സിലായി, എല്ലാം മനസ്സിലായി. ഓ ബ്രം ബ്രം എന്ന് പറഞ്ഞ ഞാൻ ഇനി ആരെ ശല്യപ്പെടുത്തില്ല, ആരെ ഉപദ്രവിക്കുകയില്ല. ഐ ആം സോറി. ബ്രം ബ്രം സോറി. എന്നാ സ്ഥലം കാലിയാക്കുക. ഖന്ന സാറിന്റെ കൂട്ടുകാരൻ വരുന്നതിന് മുമ്പ് നമുക്ക് ആ ലൈബ്രറി പഴയതുപോലെ ആക്കി തീർക്കണം. വരൂ. എന്നാ വേഗം വാ. എന്റെ ഈ ലൈബ്രറി നിങ്ങൾ വളരെ നന്നായി തന്നെ നോക്കിയിട്ടുണ്ട്. ഖന്ന നിങ്ങളെ പറ്റി പറഞ്ഞതൊന്നും നുണയൊന്നുമല്ല. അതായത് നിങ്ങളെ എന്ത് ജോലി ഏൽപ്പിച്ചാലും അത് സത്യസന്ധമായി തന്നെ നിങ്ങൾ ചെയ്തു തീർക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് 4 പേർക്കും മൂവി കാണാനുള്ള ടിക്കറ്റ്. ഇത്രയും നേരം ലൈബ്രറി സൈലന്റ് ആയിട്ടിരുന്നതിന് തിയേറ്ററിൽ പോയി വയലന്റ് ആയിട്ട് വിസിലടിക്കണം. ബാക്കി ബാലൻസ് കൈ അടിച്ച് തീർക്കാം. സംശയമുണ്ടോ?